ഹായ്, എൻ്റെ പേര് അൽത്തുക്ക. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് ഞാൻ പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം എന്ന് വിചാരിച്ചത്. വേറെ ഒന്നുമില്ല, മീഷോ അഫിലിയേറ്റ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. ഇതിപ്പോ വീട്ടിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഗേൾസ് എന്നില്ല ബോയ്സ് എന്നില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അപ്പം ഈ വീഡിയോക്കകത്ത് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിന്നില്ലെങ്കിൽ ഞാനൊരു പാർട്ട് 2 ആയിട്ടും ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പരിപാടി ചെയ്യാൻ നിങ്ങൾക്ക് ഫേസ് കാണിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് സാധനങ്ങൾ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. ആ വഴിയിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ പോലെയാണ് പൈസ കിട്ടുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി. എനിക്ക് ഫസ്റ്റ് ഒരു 600 സംതിങ് കിട്ടി, പിന്നെ ഒരു 600 സംതിങ് കിട്ടി. അങ്ങനെ എനിക്ക് ആദ്യത്തെ ഒരു സെറ്റിൽ തന്നെ ഒരു 1200 സംതിങ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് രണ്ട് വീഡിയോ ഇട്ടിട്ടാണ് എനിക്ക് അത്രയും രൂപ കിട്ടിയത്. പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊരു ഇന്റേൺഷിപ്പിന്റെ കാര്യം വന്നിട്ട് പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പൈസ പ്രോസസ്സിംഗ് ആണ്. അതിപ്പം ഒരു 1300 സംതിങ് രൂപ എനിക്ക് പ്രോസസ്സിംഗ് ആണ്. അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും വിശദമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് വെച്ചാൽ മീഷോ അഫിലിയേറ്റ് പ്രോഗ്രാം എന്നാൽ എന്ത് എന്നാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത്. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത്, അതിന്റെ കൂടെ തന്നെ ലിങ്കുകൾ എങ്ങനെ ഷെയർ ചെയ്യാം, ഇൻസ്റ്റാഗ്രാം വാട്സപ്പിൽ കൂടെ ഒക്കെ ഇടാൻ എങ്ങനെ നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് ടിപ്സുകൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്റെ അനുഭവം ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഏണിങ്സ് എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേറൊരു വീഡിയോ പോയി കാണേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ബിക്കോസ് ഇതിനകത്ത് തന്നെ ഞാൻ ഭയങ്കര ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിന്റെ ഓരോ സ്റ്റെപ്സുകളും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ എങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഇതിനകത്തോട്ട് വന്നത് എന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ചിലർക്ക് ഓക്കെ നിങ്ങൾക്കും ചെയ്യണം എന്ന് തോന്നുമായിരിക്കാം. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ ആദ്യം എൻ്റെ ഒരു അനുഭവത്തെ കുറിച്ച് പറയാം. ഓക്കെ, ഈ കോണ്ടന്റ് ക്രിയേഷനിലോട്ട് കയറിയപ്പോൾ നല്ല കുറെ ഫോമുകൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊമോഷൻസ് അങ്ങനെ കുറെ കാര്യങ്ങൾ, അതുപോലെ മീഷോയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കുറെ ചെയ്തിട്ടുള്ളത് ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നു, മീഷോയിൽ ഈ അഫിലിയേറ്റ് പ്രോഗ്രാം എനിക്ക് ഞാനൊരു ക്രിയേറ്ററായി എനിക്കത് ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നോർമലി മീഷോയിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്ത് തിരിച്ചയക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ക്രിയേറ്റീവ് ടൂൾ അതിനു വേണ്ടിയാണ്. നമ്മൾ എത്ര സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ വയ്ക്കാം. നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ആക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അങ്ങനെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്തത്, അങ്ങനെ എല്ലാം ചെയ്തത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഞാനൊരു രണ്ട് ഡ്രസ്സുകൾ ഓർഡർ ചെയ്തു, ഒരു ഷർട്ടും ഒരു പാന്റും. ആ ഒരു ഷർട്ടിന്റെ വീഡിയോ ആദ്യം ഞാൻ ഇട്ടു, അതത്ര വലിയ ഗുഡായിട്ട് പോയില്ല. അങ്ങനെ ഞാൻ രണ്ടാമതൊരു ഷർട്ടിന്റെ വീഡിയോ ഇട്ടു. അത് ഇൻസ്റ്റയില് ഒരു 188K വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, 5000 സംതിങ്ങോളം കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ കമന്റുകൾ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് ടൈം നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ഒരു സംഭവമാണ് കേട്ടോ ഇത്. ശരി, ഞാൻ ഇപ്പൊ വേറെ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ ചെയ്യുന്നെങ്കിലും നമ്മുടെ നേരത്തെ വീഡിയോസും കണ്ട് വന്ന് ലിങ്ക് എന്ന് കമന്റ് ചെയ്യുന്നവർക്ക് ഇപ്പോഴും ലിങ്ക് പോകും. അവർ സാധനങ്ങൾ വാങ്ങി നമുക്ക് ആ കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിനകത്തോട്ട് കയറിയപ്പോൾ എനിക്ക് 600 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 600 രൂപയ്ക്കാണ് ഞാൻ 2 ഷർട്ടും ഒരു പാന്റും ഓർഡർ ചെയ്ത് റിവ്യൂ ചെയ്തിട്ട് തിരിച്ചയച്ചു. എന്നിട്ട് ഞാൻ പിന്നെ ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തു. പക്ഷെ ആ സാധനങ്ങൾ വന്ന സമയത്താണ് ഞാൻ ഇന്റേൺഷിപ്പിനായിട്ട് പോയത്. അപ്പൊ എനിക്ക് അത് കയ്യിൽ കിട്ടിയില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇത്രയും ഡേയ്സ് അവർ തരുന്നുണ്ട്. ആ ഡേയ്സിനുള്ളിൽ നമ്മൾ വീഡിയോസ് എടുത്തിട്ട് ഇത് നമ്മൾ റിട്ടേൺ
ഐ തിങ്ക് ഒരു 14 ദിവസം നമുക്ക് ക്രിയേറ്റേഴ്സിന് തരുന്നുണ്ട്. നോർമൽ ആയിട്ടുള്ളവർക്കൊക്കെ റിട്ടേൺ അയക്കാൻ ഐ തിങ്ക് 7 days എന്തോ ഉള്ളൂ. അങ്ങനെ ഞാൻ രണ്ടാമത് സാധനങ്ങൾ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് പോയതിനാൽ ഞാൻ ഈ സാധനങ്ങൾ റിട്ടേൺ ഇട്ടു. വീട്ടിൽ നിന്ന് സാധനങ്ങൾ വന്ന് എടുത്തോണ്ട് പോയി. പിന്നെ ഞാൻ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തില്ല. ഒരു മാസത്തേക്ക് ഞാൻ ഒരു സാധനങ്ങൾ ഓർഡർ ചെയ്തില്ല. ആ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്ത സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു മാസത്തിൽ എനിക്ക് വന്ന ആ 600 രൂപ പോയി. എന്താ ചെയ്യാൻ, നമുക്ക് ഈ 600 രൂപ ഉണ്ട്. ആ 600 രൂപ നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മളിത് ഓർഡർ ചെയ്യണം എന്നുള്ള സംഭവമുണ്ട്. ആ 600 രൂപയ്ക്ക് അത് ഞാൻ ചെയ്തു. സാധനങ്ങൾ വന്ന് തിരിച്ചു പോയപ്പോൾ നമുക്ക് ഇത് മീഷോ ബാലൻസിലോട്ടാണ് ഈ 600 രൂപ കയറാം, ബാക്കി തിരിച്ചു കയറാം. അപ്പൊ ഈ മീഷോ ബാലൻസിലോട്ട് കയറി കഴിഞ്ഞിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണം. പക്ഷെ ഈ കാര്യം ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ ഓർഡർ ചെയ്തില്ല, ഒരു മാസത്തേക്ക് ഓർഡർ ചെയ്തില്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടി മീഷോ എടുത്തപ്പോഴത്തേക്കും മീഷോ ബാലൻസ് 0. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 600 രൂപ വെച്ച് ഇപ്പൊ നിങ്ങൾക്ക് പൈസ ഇടാനില്ലെങ്കിൽ ജസ്റ്റ് ഈ 600 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ 600 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ച് റിവ്യൂ ചെയ്ത് അയച്ചിട്ട് തിരിച്ച് പിന്നെ അടുത്ത സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ നിങ്ങൾക്ക് 600 രൂപ വെച്ച് മാത്രം നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെയും സാധനങ്ങൾ ഓർഡർ ചെയ്യാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇട്ട 3 വീഡിയോസ് ചെയ്താണ് എനിക്ക് ഈ ഒരു 1200 സംതിങ് രൂപ കിട്ടിയത്. അപ്പം നമ്മളുടെ കയ്യിൽ സാധനങ്ങളുടെ ലിങ്ക് അവർ വാങ്ങിച്ച് സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം 21 days എടുക്കും നമ്മുടെ ഈ കമ്മീഷൻ കൺഫേം ആവാൻ. എനിക്കങ്ങനെ ഞാൻ ഇന്റേൺഷിപ്പിൽ നിന്ന സമയത്താണ് എനിക്ക് 1200 സംതിങ് രൂപ കിട്ടുന്നത്. അപ്പം അത് കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഞാൻ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെയാണ് ആ 1200 രൂപ ഉണ്ടാക്കിയത്. അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് നാട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ എന്റെ പൈസക്കാണ് സാധനങ്ങൾ ഓർഡർ ചെയ്തത്. അവിടെ നിങ്ങൾ നിങ്ങളെ പൈസ പോവാ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ പൈസക്ക് നിങ്ങൾ സാധനം വാങ്ങിച്ച് റിവ്യൂ ചെയ്ത് തിരിച്ചയക്കുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് അക്കൗണ്ടിലോട്ട് കയറും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെയും നിങ്ങളുടെ പൈസക്ക് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന കമ്മീഷനിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പക്ഷെ നമുക്ക് ആ ഒരു കമ്മീഷൻ നമ്മുടെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം 21 days ആണ് കൺഫേം ആയി നമ്മുടെ കയ്യിലോട്ട് ആ പൈസ കിട്ടത്തുള്ളൂ. സോ അത്രയും ലോങ് വരെക്കാട്ടി തരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ആ പൈസ എവിടെയും പോകുന്നില്ല, നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. എന്നാലും നിങ്ങൾ ഫസ്റ്റ് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് സാധനങ്ങൾ വാങ്ങിച്ച് റിവ്യൂ ചെയ്യുക ഒരു മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട്. എന്നിട്ട് അപ്പത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു എമൗണ്ട് കമ്മീഷൻ കിട്ടും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പൈസ എല്ലാം റിട്ടേൺ പോയി എല്ലാ പൈസ നിങ്ങൾ സേവ് ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ഈ കമ്മീഷൻ കിട്ടിയ പൈസ കൊണ്ട് മാത്രം നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എവിടെയും പോത്തതുമില്ല, നിങ്ങൾക്ക് സാധനങ്ങൾ പിന്നെ ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു തുക കയ്യിലിരിക്കും. ഈ ഒരു പ്രോഗ്രാം ഭയങ്കര യൂസ്ഫുള്ളും ആണ്, അതുപോലെ തന്നെ ചെയ്യാൻ ഭയങ്കര സിമ്പിളും ആണ്. നമ്മൾ ഫേസ് കാണിക്കണം എന്നില്ല, നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റ് മാത്രം കാണിച്ചിട്ട് ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. മീഷോ അഫിലിയേറ്റ് പ്രോഗ്രാം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഊഹം കിട്ടിക്കാനും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം ഓപ്പൺ ആയിട്ട് വന്നത്. എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, അതെനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അതിനുശേഷം ഞാൻ എന്റെ ഫീഡിനകത്ത് വരുന്നത് മീഷോയുടെ കുറെ സംഭവങ്ങളാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനകത്ത് ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഫോളോവേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു 100, 200 അല്ലെങ്കിൽ 50 ഫോളോവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് മീഷോയുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, മീഷോ ആപ്പ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതെന്താന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എല്ലാം സ്ക്രീനിൽ കൊടുക്കാം. ഇത് അതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് അടിയിലൊരു പിങ്ക് കളറുള്ള ഒരു സംഭവം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അത് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാം. നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ അതിനകത്ത് കൊടുത്ത് അപ്ലൈ ചെയ്തിടാം. എന്നിട്ട് നമ്മൾ മീഷോ അക്കൗണ്ട് എടുത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഈ മീഷോയിലുള്ള എല്ലാ പ്രൊഡക്റ്റും വാങ്ങിച്ച് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. ഓരോ പ്രൊഡക്റ്റിന് അവരായിട്ട് തരുന്ന കമ്മീഷൻ ഉണ്ട്. ചില പ്രൊഡക്റ്റ് നമുക്ക് 0.5% കാണത്തുള്ളൂ. പക്ഷെ ചില പ്രൊഡക്ട്സിന്റെ നമുക്ക് ഒരു 14% അല്ലെങ്കിൽ 21%, 20% നമുക്ക് കമ്മീഷൻ കാണും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നോക്കി എടുക്കുക. നമ്മൾ പൈസ നോക്കാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പൈസ നോക്കാതെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര പൈസ കൊണ്ട് വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാലും ബേസിക് ആയിട്ട് നിങ്ങൾ റിവ്യൂ ഒക്കെ നോക്കി അങ്ങനെയൊക്കെ നമ്മൾ ഒരു സാധനം ഫിക്സ് ചെയ്യും.
അപ്പോൾ തീർച്ചയായും നമ്മുടെ കയ്യിൽ ആ സാധനം വരുമ്പോൾ നല്ല ക്വാളിറ്റിയും കാണും. അപ്പൊ നമ്മൾ ആ വീഡിയോസ് ഇടുമ്പോൾ ആ ക്വാളിറ്റി കണ്ട് ബാക്കിയുള്ളവർ അത് വാങ്ങിക്കുകയും ചെയ്യും. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കമ്മീഷൻ ഉള്ള പ്രൊഡക്ട്സ് മാത്രം വാങ്ങിക്കുക. ഈ കമ്മീഷൻ ഉള്ള പ്രൊഡക്ട്സ് എങ്ങനെ അറിയാം എന്നുള്ളതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് കമ്മീഷൻ ഉണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ കാണിക്കും. ഓക്കെ, ആ ഒരു പ്രൊഡക്ട്സ് മാത്രം വാങ്ങിക്കുക. അല്ലാതെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് കമ്മീഷൻ അങ്ങനെ ഒന്നും കിട്ടത്തുമില്ല. ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഞാൻ എന്റെ ഒരു വീഡിയോ ആണ് കുറച്ച് ഇച്ചിരി റീച്ച് കയറി. ആ ഒരു വീഡിയോയിൽ നിന്നാണ് എനിക്കൊരു 1200 സംതിങ്ങോളം പൈസ കിട്ടിയത്. ആ ഒരു വീഡിയോയുടെ ആ ഒരു ഷർട്ടിന് എനിക്ക് കിട്ടുന്നത് 0.5 കമ്മീഷൻ ആയിരുന്നു. അത്രയും ചെറിയൊരു കമ്മീഷനേ ഉള്ളായിരുന്നു എനിക്ക് ആ ഒരു വീഡിയോയിൽ നിന്നും ഒരു പർച്ചേസിന് കിട്ടുന്നത്. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് അത്ര റീച്ച് കയറിയപ്പോൾ എനിക്ക് എന്താണ് ഈ ഒരു ഇത്രയും രൂപ കിട്ടി. 1200 രൂപ എനിക്ക് ആ ഒരു വീഡിയോ തന്നെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് മറ്റേ 2 വീഡിയോസ് എനിക്ക് അത്രയ്ക്ക് റീച്ച് ആയിട്ടില്ലായിരുന്നു. എനിക്ക് ആകെ ഒരു വീഡിയോന്ന് ഭയങ്കര റീച്ച് ആയിട്ട് ആ വീഡിയോയിലാണ് എനിക്ക് ഇത്രയ്ക്കും പൈസയും കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി വെച്ചാൽ നമ്മൾ കമ്മീഷൻ നോക്കി സാധനങ്ങൾ വാങ്ങിക്കാതെ ക്വാളിറ്റി നോക്കി സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവരത് ഓർഡർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം നമ്മുടെ മീഷോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സാധനം വാങ്ങിച്ചു, റിവ്യൂ ചെയ്തു, തിരിച്ചയച്ചു. അതിനുശേഷം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റയിലെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റയിലെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ഉടനെ തന്നെ നമ്മൾ മീഷോയിൽ കയറി നമ്മുടെ പ്രൊഫൈലിൽ നിൽക്കുമ്പോൾ തന്നെ അവിടെ ക്രിയേറ്റർ അക്കൗണ്ട് എന്നുള്ള സംഭവം കാണും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കാം. എനിക്ക് കറക്റ്റായിട്ട് അത്ര ഇതില്ല. അപ്പം ഞാൻ കറക്റ്റായിട്ട് ഇവിടെ റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് കയറാം. അതിനകത്ത് കയറുമ്പോൾ തന്നെ സെലക്ട് പോസ്റ്റ് ഓൺ DM അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പോസ്റ്റിലാണോ നമ്മുടെ ലിങ്ക് ആൾക്കാർക്ക് DM പോകേണ്ടത് ആ ഒരു പോസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റിനും കൂടി ക്ലിക്ക് ചെയ്യാം. പ്രൊഡക്റ്റും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റിന്റെ ഓട്ടോമേഷൻ ഓൺ ആയിട്ട് DM ഓട്ടോമേഷൻ ആയിട്ട് അത് കൊടുക്കും കേട്ടോ. അപ്പൊ ആരെങ്കിലും ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ തന്നെ അവർക്ക് ലിങ്ക് പൊക്കോളും. നമ്മൾ വേറെ ഒന്നും അറിയാം, ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇത് എടുക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വേർഡ്സ് ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് എന്ന് മാത്രം മതിയോ, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന വേർഡ്സുകളൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. ആഡ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ കമന്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരാൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് കമന്റിൽ കൂടെ തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റും. എന്താണ് DM ചെക്ക് ചെയ്യൂ അങ്ങനെയൊക്കെ. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ എഴുതാൻ പറ്റും. അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിലോട്ടൊക്കെ നമുക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റാന്ന് നോക്കാം.